കോതമംഗലം രൂപതയുടെ കീഴിലുള്ള 155 ദേവാലയങ്ങളിലാണ് ഇന്ന് രാവിലെ കുർബാന മധ്യേ ഇടയലേഖനം വായിച്ചത്. അധ്യാപകനെ ജോലിയിൽ തിരിച്ചെടുത്തത് മാനുഷിക പരിഗണനയുടെ പേരിലാണെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട സമയത്ത് അധ്യാപകനെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും ലേഖനത്തിൽ വിശദീകരിക്കുന്നു. വിവാദ ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലൂടെ നാട്ടിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിലുണ്ടായ അകൽച്ച സഭയ്ക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. അധ്യാപകന്റെ വിവേചശൂന്യമായ നടപടിയിലൂടെ മാനേജ്മെന്റും പ്രിൻസിപ്പലും ഇരകളാക്കപ്പെട്ടു. ന്യൂമാൻ കോളേജിൽ 60% ഇതര മതവിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതിനാൽ അവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു. വിശദമായ അന്വേഷണത്തിനു ശേഷമാണ് അധ്യാപകനെ പുറത്താക്കിയത്. എന്നിട്ടും ജോലിയിൽ തിരികെ എടുക്കുന്നതൊഴിച്ച് എല്ലാ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കാൻ മാനേജ്മെന്റ് ശ്രമം നടത്തിയിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. അധ്യാപകനെതിരെ കേസ് നടക്കുമ്പോൾ എല്ലാവിധ സഹായവും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നിട്ടും സോഷ്യൽ മീഡിയകൾ വഴി മാനേജ്മെന്റിനെതിരെ ഇപ്പോൾ നടക്കുന്ന കുപ്രചാരണങ്ങൾ വേദനാജനകമാണ്. ദൗർഭാഗ്യകരമായ സംഭവത്തിന്റെ പേരിൽ വൈദിക അധ്യാപകരെ മാനേജ്മെന്റിനെയും വേട്ടയാടുന്ന സമീപനം ശരിയല്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. അതേസമയം ഇടയലേഖനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അധ്യാപകൻ ടി ജെ ജോസഫ് വിസമ്മതിച്ചു. മീഡിയ 1 കൊച്ചി.